ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമാണോ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗുജറാത്തി സ്പെഷ്യൽ ഡിഷ് ദാൽ ധോക്ലിയാണ് കേട്ടോ. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പരിപ്പെടുത്ത് നന്നായി കഴുകണം. ഇനി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് പരിപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. കുക്കർ അടച്ചു വെച്ച് 5 വിസിൽ വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യണം. പരിപ്പ് വെന്ത് വരുമ്പോഴേക്കും ആട്ട കുഴച്ചെടുക്കണം. ഇനി ഒരു പാത്രത്തിലേക്ക് 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് അയമോദകം ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി കുഴച്ചെടുക്കണം. അതിനുശേഷം ഒരു നാരങ്ങ വലുപ്പത്തിൽ ഉരുളകളാക്കി പരത്തിയെടുക്കാം. ഇനി ചപ്പാത്തി ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് ഓരോന്നായി പരത്തിടാം, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. ഇനി വേവിച്ചു വെച്ച പരിപ്പ് നന്നായി ഉടച്ചെടുക്കണം. ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഗ്രൗണ്ട്നട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിനു ശേഷം 1/2 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ ജീരകവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി കറുകപ്പട്ട, കറിയാമ്പൂ, ഇഞ്ചി, പച്ചമുളക് ചതച്ചത്, മുളക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. അതിനുശേഷം ആവശ്യത്തിന് കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടി ഒന്ന് വറവായി പൊട്ടി വരുമ്പോൾ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്, കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് വാടി വഴറ്റി വരുമ്പോൾ 3/4 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി കുറച്ച് കായപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. അതിനുശേഷം സ്മാഷ് ചെയ്ത് വെച്ച പരിപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. പരിപ്പ് നന്നായി ലൂസായി വരണം, അത്രയും വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ഒരു ചെറിയ ശർക്കര ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. അതിനുശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ കട്ട് ചെയ്ത് വെച്ച ചപ്പാത്തി ഓരോന്നായി ചേർത്ത് കൊടുക്കണം. ചപ്പാത്തി ചേർത്ത ശേഷം ഇതുപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ചപ്പാത്തി വെന്ത് വരുമ്പോൾ നന്നായി ഇളക്കി കൊടുക്കണം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം.
അതിനുശേഷം മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗുജറാത്തി സ്പെഷ്യൽ ദാൽ ധോക്ലി. ചപ്പാത്തിയും സാമ്പാറും കൂട്ടി കഴിക്കുന്ന ഒരു ടേസ്റ്റാണ് ഇതിനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.